നമസ്കാരം. ഞങ്ങൾ ആര്യക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ആയുർവേദ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കർപ്പൂരാതി തൈലമാണ്. നമുക്ക് കർപ്പൂരാതി തൈലം ഉണ്ടാക്കുവാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് കർപ്പൂരം, അയമോദകം, വെളിച്ചെണ്ണ. ഇതാണ് കർപ്പൂരം. ചുമയ്ക്കും ശ്വാസപരമായ പ്രശ്നങ്ങൾക്കും മറ്റു വേദനകൾക്കും ഈ ഔഷധം വളരെ ഗുണപ്രദമാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഇതാണ് അയമോദകം. ഇത് ശ്വാസസംബന്ധമായ രോഗങ്ങൾക്കും ദഹന സംബന്ധമായ രോഗങ്ങൾക്കും മറ്റു വേദനകൾക്കും എല്ലാം വളരെ ഉപകാരപ്രദമായ ഒരു ഔഷധമാണ്. അയമോദകം ഇനി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അയമോദകം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് 4 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് കഷായം ഉണ്ടാക്കാം. ഇനി നമുക്ക് കൽക്കം ഉണ്ടാക്കാം. അയമോദകത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. കൽക്കം അരച്ചെടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കഷായം തിളയ്ക്കുന്നുണ്ട്. ഇനി വറ്റുന്നത് വരെ നമുക്ക് തിളപ്പിക്കാം. കഷായം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തുണിയിലൂടെ അരിച്ചെടുക്കാം. നമ്മൾ തൈലം റെഡിയാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയുള്ള എണ്ണ, കൽക്കം, കഷായം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉരുളിയിലേക്ക് ആദ്യം എണ്ണ ഒഴിക്കാം. അതിനുശേഷം കൽക്കം ചേർക്കാം. അടുപ്പ് കത്തിച്ച് വെച്ച് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. കർപ്പൂര തൈലത്തിൽ കർപ്പൂരം പാത്രം ഭാഗമായി പൊടിച്ച് ചേർക്കാം. എണ്ണ അരച്ചൊഴിക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് പൊടിച്ച കർപ്പൂരം ചേർക്കാം. പാകം ചെയ്ത് അരച്ചെടുത്ത കർപ്പൂരാതി തൈലമാണ്. ശരീരവേദന, മുട്ടുവേദന,